പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേർത്ത് പിടിച്ച് ഓമനിച്ച ചൂരൽമലയിലെ 3 വയസ്സുകാരി നൈസ ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരമാണ്. വാപ്പയും സഹോദരിമാരും അടക്കം കുടുംബത്തിൽ 5 പേരെയാണ് നൈസയ്ക്ക് നഷ്ടമായത്. വേദനകളൊന്നും അറിയാതെ വയനാട് മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ വാർഡിൽ പരിക്കേറ്റ ഉമ്മയ്ക്കൊപ്പം കളിചിരികളുമായി നൈസ എല്ലാവരുടെയും ഹൃദയം കവരുകയാണ്. വയനാടെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരൽമല കണ്ടു. ദൂരെ പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടി മനുഷ്യജീവനും സ്വത്തും അപഹരിച്ച വലിയ പാറക്കൂട്ടങ്ങൾ കണ്ടു. ദുരന്തത്തിന്റെ കണ്ണീരോർമ്മയായി പകുതി തകർന്ന വെള്ളാർമല ഹൈസ്കൂൾ കണ്ടു. പരുക്കേറ്റവരെ കാണാൻ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെത്തിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ പൊന്നുമോളുടെ മുൻപിൽ ഒരു മുത്തച്ഛനെ പോലെയായി. അല്പനേരം നൈസയുടെ കളിചിരികൾക്ക് ഒപ്പം നിന്നു. നമസ്തേ എന്ന് പറഞ്ഞു. നമസ്തേ പറയ്. നമസ്തേ ഈ പറയപ്പോ അപ്പനോട് പറഞ്ഞു. എന്താ അവര് അവിടെ നടന്ന സംഭവമൊക്കെ ചോദിച്ചു, അത് വിശദീകരിച്ചു. എന്താ സംഭവിച്ചത്, എങ്ങനെയാണ് മോളെ കൊണ്ട് എങ്ങനെയാണ് അവിടുത്തെ രക്ഷപ്പെട്ടത് ഒക്കെ ചോദിച്ചു. വെള്ളാർമല സ്കൂൾ റോഡിലെ വീട്ടിലുണ്ടായിരുന്ന 7 പേരിൽ ഇന്ന് അവശേഷിക്കുന്നത് നൈസയും ഉമ്മ ജമീലയും മാത്രം. ഉരുൾപൊട്ടിയതിന്റെ ബാക്കി പത്രമായി അച്ഛൻ ഷാജഹാനും 2 മൂത്ത സഹോദരിമാരും ഷാജഹാന്റെ അച്ഛനമ്മമാരും ഓർമ്മകളിലേക്ക് മറഞ്ഞു. ഉമ്മ ജമീലയും നൈസയും മാത്രം ബാക്കിയായി. തിരിച്ച് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞെന്നല്ലാതെ അതൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ 4 പേരെടുത്താണ് അധികം സംസാരിച്ചത്. ഏറിയ സമയം ഇവിടെ തന്നെ ആയിരുന്നു. കാര്യങ്ങളൊക്കെ ശ്രമിച്ച് മോളായിട്ടൊക്കെ വാപ്പയും അനിയത്തികളൊക്കെ പോയി അറിഞ്ഞതിലൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. വന്നതും തന്നെ ഓമനിച്ചതും പ്രധാനമന്ത്രിയാണോ എന്നൊന്നും ഈ കൊച്ചുമിടുക്കിക്കറിയില്ല. നഷ്ടപ്പെടലുകളുടെ വേദനകൾ ഒന്നും അറിയാത്ത പ്രായത്തിൽ അവൾ വീണ്ടും കളിചിരികളിലേക്ക് മടങ്ങുകയാണ്. വി എസ് മനീഷിനും രാജേഷ് നെയ്യാറിനുമൊപ്പം ശ്രീകുമാരൻ, ടീം 24 വയനാട്.